ഹായ് ഹലോ നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്റെ പേപ്പർ 1 നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി 13 ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നില്ലേ സിലബസിൽ? യെസ്. അതിനകത്ത് ശരിക്കും 14 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 13 എന്നുള്ളത് 14ലേക്ക് എത്തിയിട്ടുണ്ട്. മാത്സും മെന്റൽ അബിലിറ്റിയും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കിടയിലേക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് കറക്റ്റ് സ്പെല്ലിംഗ് എടുക്കാനുള്ള ഒരു ചോദ്യം കൂടി വന്ന് അങ്ങനെ മൊത്തത്തിൽ ഒരു 15 റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല കേട്ടോ. അത് കറക്റ്റ് സ്പെൽറ്റ് വേർഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അത് എടുക്കുന്നില്ല. ബാക്കി 14 ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഡിസ്കസ് ചെയ്യാണ്. പിന്നെ ചോദ്യങ്ങളെ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ പരീക്ഷ, ഒരു ഹെവി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എന്നുള്ള നിലവാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു പ്രിലിംസ് നിലവാരത്തിൽ നമ്മളൊരു ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഒരു 12th ലെവൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ ചോദ്യങ്ങൾ എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. എല്ലാം തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ പരീക്ഷകളിൽ കണ്ടിട്ടുള്ള മോഡലൊക്കെ തന്നെയാണ്. ജസ്റ്റ് നമ്പർ മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ എല്ലാം ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പല മോഡൽസ് നമ്മൾ അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പിള്ളേരാരും കണ്ടിട്ടില്ലാത്ത ചോദ്യങ്ങളൊന്നും തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. ഈ മോഡൽസ് എല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, റിവിഷൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ടോപ്പിക് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റിവിഷൻ എക്സാംസിനകത്തൊക്കെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതുമ എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ ഇല്ല. എല്ലാം തന്നെ എന്താണ്, പഴയ ചോദ്യങ്ങളാണ് കേട്ടോ. അതിനകത്ത് ജസ്റ്റ് നമ്പേഴ്സ് മാറിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. Ram and Shyam together can build a house in 10 days. Ram and Arun can build it together in 12 days. And Shyam and Arun can build it in 15 days. എന്തെങ്കിലും മനസ്സിലായ? നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ റെക്കോർഡ് ക്ലാസ് ടോപ്പിക് ക്ലാസ്സിനകത്ത് എയും ബിയും കൂടി ഒരു ജോലി ചെയ്യാൻ ഇത്ര ദിവസം, ബിയും സിയും കൂടി ഇത്ര ദിവസം, എയും സിയും കൂടി ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. യെസ്. എന്നിട്ട് ചോദിക്കുകയാണ് ശ്യാം, അരുൺ ആൻഡ് റാം സ്റ്റാർട്ട് വർക്കിംഗ് ടുഗദർ. ഇവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ പോവാണ്. ഇവർക്ക് ഈ 3 പേർക്കും കൂടി ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ ആകെ എത്ര ദിവസം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ എ ബി, ബി സി, എ സി എടുത്ത പോലെ തന്നെ എടുത്താൽ മതി. അതായത് ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ എ ബി സി എന്നങ്ങ് പരിഗണിക്കാൻ പോകട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ആദ്യത്തെ അവരുടെ എന്താണ് പേരിന്റെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എസ്, എ, ആർ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാൻ എ ബി എന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ 2 പേര് എയും ബിയും ആണ്. ഇവർക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം വേണ്ടി വരും അല്ലേ? പിന്നെന്താണ് വരുന്നത്? രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ചേർന്ന് ഈ ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ ആളാണോ? ആദ്യത്തെ ആളും പിന്നെ മൂന്നാമത്തെ ആളും ചേർന്ന് ഉള്ള രീതിയിൽ അല്ലെ, ആദ്യത്തെ ആളിനും മൂന്നാമത്തെ ആളിനും കൂടി ചേർന്നിട്ട് ആ ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം പറഞ്ഞേ? 15 ദിവസം. അപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്രമം അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാലും എൻ്റെ ജോഡികൾ നോക്കിയാൽ മതി. റാം ശ്യാം ഒരെണ്ണം, അത് കഴിഞ്ഞ് റാം അരുൺ ഒരെണ്ണം, അത് കഴിഞ്ഞ് ശ്യാമും അരുണും അടുത്ത ജോഡി. കണ്ടോ? അപ്പൊ എ ബി, ബി സി, എ സി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ജോഡികൾ എടുത്തിട്ടുണ്ട്. ഇവരുടെ സമയം തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നുണ്ടോ എക്കും ബിക്കും സിക്കും ഒരുമിച്ച് ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം എന്നാണ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുലയായിട്ട് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഇക്വേഷൻ പഠിക്കണമെങ്കിൽ 2ab/ab+bc+ac പഠിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ അതിനേക്കാൾ എളുപ്പം എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ 2 എത്ര പേർ വീതമുള്ള ജോഡികളായിട്ടാണ് തന്നിരിക്കുന്നത്? എല്ലാ സ്ഥലത്തും 2 പേരുടെ സെറ്റ് ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഇൻറ്റു LCM ഡിവൈഡഡ് ബൈ സം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. 2 ഇൻറ്റു LCM ഡിവൈഡഡ് ബൈ സം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 2 അതുപോലെ എഴുതാം. ഓക്കെ. അപ്പൊ LCM നമ്മൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? ഈ തന്നിരിക്കുന്ന എല്ലാ സംഖ്യകളുടെ LCM എടുക്കുക. 10, 12, 15. അപ്പൊ 10ന്റെയും 12ന്റെയും 15ന്റെയും LCM നമുക്ക് എടുക്കാമോ? എല്ലാവരും ഒന്ന് LCM എടുത്തേ. 10, 12, 15 ഇവരുടെ എല്ലാം കോമൺ ആയിട്ടുള്ള ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആരാ? 60 ആണ്. ഓക്കെ ആണോ? ഇത് ചെയ്തിട്ടുണ്ടോ? അപ്പൊ 3 സംഖ്യകളുടെയും LCM നമ്മൾ 60 എന്ന് എടുത്തു. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 60നോട് ഈ പറഞ്ഞ ഓരോ നമ്പറും ഡിവൈഡ് ചെയ്ത് എഴുതാം. ഈ 60നോട് 10 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും അല്ലേ? 60നോട് 12 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ?
60നോട് 15 ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെങ്ങനെ എഴുതാം? 2 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ എത്ര കൊടുക്കുക? 15 എന്ന് കൊടുത്തോളൂ അല്ലേ? അപ്പൊ ഈ 60നെ നമ്മൾ എന്ത് ചെയ്തു? 15 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 4 കിട്ടി. അപ്പൊ 2 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 8. കണ്ടോ? അപ്പൊ ഇവര് 3 പേരും കൂടി ഒരുമിച്ച് വിചാരിച്ചാൽ ഈ ഒരു ബിൽഡിംഗ് പണിയാൻ എത്ര ദിവസം മതി? 8 ദിവസം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ ഫോർമുല ഉപയോഗിച്ചാൽ പോലും ഇതിനേക്കാൾ കൂടുതലായിട്ട് സമയം എടുക്കും. ഫോർമുല നിങ്ങൾ അറിയുന്നതാണല്ലോ. അങ്ങനെ 2abc ബൈ ab പ്ലസ് ബി സി പ്ലസ് എ സി എന്നുള്ള രീതിയിൽ ഇതിനകത്തുള്ള 3 നമ്പേഴ്സിനെ എ ബി സി എന്ന് എടുത്തുകൊണ്ട് ഫോർമുലയ്ക്കകത്തിട്ട് ചെയ്യാം. പക്ഷെ അത് ഇതിനേക്കാളും സമയം എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ താഴെ വരുന്ന സം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ തുകയല്ല, എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ LCMനെ നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ ആഡ് ചെയ്ത് എഴുതുന്നത് എന്നുള്ളതാണ് അല്ലേ? ഇപ്പൊ ഇവിടെ എന്താ ചെയ്തത്? എക്കും ബിക്കും കൂടി 10 ദിവസം, ബിക്കും സിക്കും കൂടി 12 ദിവസം, പിന്നെ എക്കും സിക്കും കൂടി 15 ദിവസം. അപ്പൊ നമ്മൾ ഇത് കണ്ടെത്താൻ 2 പേർ വീതമുള്ള സെറ്റ് ആയത് കാരണം 2 ഇൻറ്റു LCM ബൈ സം എന്നായിരുന്നു കൊടുക്കുക ആണല്ലോ. 2 നമ്മൾ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. LCM ആരാ? 10, 12, 15 ഇവരുടെ LCM എടുക്കുമ്പോൾ 60 കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന 60നെ ഈ ഓരോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടും, 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും, 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 4 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഇതെങ്ങനെ എഴുതാം? 2 ഇൻറ്റു 60 അല്ലെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 6 4 10, 10 5 15. അപ്പൊ 60നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ 2 ഇൻറ്റു 4 നമ്മുടെ ഉത്തരം. അപ്പൊ എത്ര ദിവസം? 8 ദിവസം. കിട്ടിയില്ലേ? 8 ഡേയ്സ്. കഴിഞ്ഞു. റെഡിയല്ലേ? ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക്. ഇഫ് എ ബി സി ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ദെൻ വിച്ച് വൺ ഈസ് ട്രൂ? എ ബി സി എന്നിവരെന്താണ്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എയും ബിയും സിയും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ തുടർച്ചയായ പദങ്ങളായാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിനകത്തുള്ള ബി, മിഡിൽ വാല്യൂ ആയ ബി കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്? ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും എയും സിയും എന്ത് ചെയ്യാം? പറഞ്ഞേ. കൂട്ടിയ ശേഷം പകുതി എടുത്താൽ മതി ഒന്ന് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പൊ എ ബി സി ഇവർ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ ഇതിൽ മിഡിൽ ടേം ആയ ബി കണ്ടുപിടിക്കാൻ എയും സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ പഠിച്ചു വെക്കാം. എയും സിയും കൂടി കൂട്ടിയാൽ കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് ഈ ബിയുടെയും ഈ രണ്ടിന്റെയും കൂടെ ഗുണനഫലം അല്ലേ? അപ്പൊ നമുക്ക് 2b എന്ന് എഴുതാൻ പാടില്ലേ? കണ്ടോ? അപ്പൊ മിഡിൽ ടേം ആയ ബി കണ്ടുപിടിക്കാൻ ആദ്യത്തെ ടേം ആയ എയും മൂന്നാമത്തെ ടേം ആയ സിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കാം. അല്ലെങ്കിൽ എ പ്ലസ് ഇ കണ്ടുപിടിക്കാൻ, എ പ്ലസ് സി എന്ന് വെച്ചാൽ ആരാ? ഒന്നാമത്തെ പദവും മൂന്നാമത്തെ പദവും അല്ലെ, അവരുടെ തുക കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ പദമായ ബിയുടെ ഇരട്ടി എടുത്താൽ മതി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. ബി ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 എന്ന് പറയുന്ന സംഗതി ഇല്ല. പകരം 2b ഈക്വൽ ടു എ പ്ലസ് സി അല്ലെങ്കിൽ എ പ്ലസ് സി ഈക്വൽ ടു 2b എന്ന് പറയുന്ന സംഗതി ഓപ്ഷനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 3 പദങ്ങളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ ടേം ആയ ബിയുടെ ഇരട്ടി എന്ന് പറയുന്നത് എയുടെയും സിയുടെയും തുകയ്ക്ക് തുല്യമാണ് എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം. ദ സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 8 സെന്റിമീറ്റേഴ്സ്. If its side is doubled, then its new perimeter is, അല്ലെ, ഒരു സ്ക്വയറിന്റെ സൈഡ് ഇപ്പൊ എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇതിന്റെ സൈഡിന്റെ ലെങ്ത് നമ്മൾ ഡബിൾ ആക്കുകയാണെങ്കിൽ, ഇരട്ടിയാക്കുകയാണെങ്കിൽ പുതിയ പെരിമീറ്റർ എത്ര എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്ക്വയർ ആവുമ്പം അല്ലെ, സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയറിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 4a എന്ന് പറയാം. കുഴപ്പമുണ്ടോ? വശങ്ങളെ 4 കൊണ്ട് ഗുണിക്കുക. 4 വശം ഉള്ളത് കൊണ്ടേ ഈ 4 വശം കൂടെ കൂട്ടുന്നതിന് പകരം നമ്മൾ വശത്തിനെ 4 കൊണ്ടങ്ങ് ഗുണിക്കുക എന്നാണ്. അപ്പൊ നിലവിൽ അതിന്റെ ഒരു വശം 8 സെന്റിമീറ്റർ ആണ്. ഇതെന്താക്കാണ്? ഡബിൾ ആക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു വശം എത്രയായിട്ട് മാറുന്നു? എ എന്നുള്ളത്
8ൽ നിന്ന് 16ലേക്ക് മാറുന്നു അല്ലേ? അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4 × 16 എന്നല്ലേ? 4 × 16. 4 × 16 എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. അതുകൊണ്ട് തന്നെ ന്യൂ പെരിമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ 64 എന്ന് പറഞ്ഞോ മതി. ഓക്കെ, അപ്പൊ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ഒരു സ്ക്വയറിന്റെ സൈഡ് 8 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ സൈഡ് എന്ത് ചെയ്യാണ്? ഡബിൾ ആക്കുകയാണ്. 8 എന്നുള്ളത് 16 ആക്കുകയാണ് അല്ലെ? ഇനി ഇതിന്റെ പെരിമീറ്ററിനെ കുറിച്ച്, ചുറ്റളവിനെ കുറിച്ചാണ് ചോദ്യം. അപ്പൊ 16 ഒരു സൈഡ് ആണെങ്കിൽ ചുറ്റളവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് വിളിക്കുക. 16 × 4, 16 × 4 എത്രയായിരിക്കും? 64, 64 ആയിരിക്കും. തെറ്റുവോ? ഉറപ്പിക്കട്ടെ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ നമ്പർ പാറ്റേൺ. ഒരു നമ്പർ പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടേം എന്താണ്? മിസ്സിംഗ് ആണ്. അത് ആര് എന്നാണ്. ഇപ്പൊ നമ്പർ സീരീസ് തന്നെയാണ്. നോക്കടാ, 5, 13, 29, പിന്നെ ഒരു മിസ്സിംഗ് ടേം ആണ്. പിന്നെ വരുന്നത് 125 ആണ്. പിന്നെ 253 ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെ? എങ്ങനെയാന്ന് വെച്ചാൽ 5ൽ നിന്ന് 13ലേക്ക് പോകണം. എത്ര കൂടിയിട്ടാ? അത് 8 കൂടിയിട്ടാ അല്ലെ? 8 ഇവിടെ നിന്ന് 13 29ലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ എത്ര ആവുന്നുണ്ട്? 16ലേക്ക്. അടുത്ത് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ 125ൽ നിന്ന് 253ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 128 എന്ന് കിട്ടുന്നു. ഓക്കെ ആണോ? പരിപാടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ ആദ്യം 8 വന്നു, പിന്നെ 16 ആയി അല്ലെ? 8ന്റെ ഇരട്ടി 16. അപ്പൊ 16 കഴിഞ്ഞ് പിന്നെ ആര് വരണം? 32 വരണം. 32ന്റെ ഇരട്ടി 64 വരണം അല്ലെ? അത് കഴിഞ്ഞ് 128 വരണം. ഇങ്ങനെയല്ലേ എൻ്റെ ഒരു സീരീസ്? അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് പോകുന്നില്ലേ? ആദ്യം 8 വന്നു, പിന്നെ 16 വന്നു, പിന്നെ അവസാനം 28 വന്നു അല്ലെ? അപ്പൊ അടുത്ത ടേമിലേക്ക് ചെല്ലുമ്പം എത്ര വരണം? 32 എന്ന് വരണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 29നോട് ആരെ കൂട്ടി എഴുതുക? 32നെ കൂട്ടി എഴുതുക. 29നോട് 32 കൂട്ടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 61 കിട്ടും. ശരിയല്ലേ? അപ്പൊ 61 ഇത് കറക്റ്റ് ആണോ എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ 61നോട് തൊട്ടടുത്ത നമ്പറായ ഏത്? 64 കൂട്ടി നോക്ക്. 61നോട് 64 കൂട്ടി എഴുതിയാൽ 125 എന്ന് കിട്ടുന്നു. കണ്ടോ? അപ്പൊ അവിടെ ഫില്ല് ചെയ്യേണ്ട നമ്പർ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ 61 എന്ന് കണ്ണും പൂട്ടി പറഞ്ഞോ. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ ഗ്യാപ്പ് നോക്കിക്കോ. 5 13ലേക്ക് പോയപ്പം 8 കൂടിയായിരുന്നു. 13 29ലേക്ക് പോയപ്പോൾ 16 കൂടിയായിരുന്നു. അടുത്തത് 32 കൂടിയായിരുന്നു അല്ലെ? 29നോട് 32 കൂടിയാൽ നമുക്ക് കിട്ടുന്നത് 61. ഈ 61 ആണ് നമ്മുടെ ഉത്തരം. 61. തെറ്റുവോ? ഇല്ലല്ലോ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഒരുപാട് പേർക്ക് സമയം നഷ്ടപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലല്ല, മറ്റുള്ളവർക്കില്ലാത്ത അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള ഒരു ക്വാളിറ്റി ആ ഇല്ലാത്ത ആളിനെയാണ് നമ്മൾ ഒറ്റയാൻ അഥവാ ഓഡ് വൺ എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഓഡ് വൺ എടുക്കുക? അപ്പൊ 3 14 ഒരു ഗ്രൂപ്പാണ്. 5 18, അതുപോലെ 8 24, 6 30 ഇങ്ങനെ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ നമ്പറിന് രണ്ടാമത്തെ നമ്പറിനോട് ഒരു ബന്ധമുണ്ടാകണം. ആ ബന്ധം കൃത്യമായിട്ട് എടുക്കാൻ പറ്റണം. ആ ബന്ധം വരാത്ത സ്ഥലത്താണ് നമ്മൾ ഒറ്റയാനെ കാണുന്നത്. ഇപ്പൊ 3 14 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 3നെ നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം, 12. അതിനോട് 2 കൂട്ടാം അല്ലേ? അതുപോലെ 5ൽ അതേ പ്രോസസ്സ് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് വേറെന്തോ വ്യത്യസ്തതയുണ്ട്. അതെന്താണെന്ന് ആദ്യമേ ഞാൻ തന്നെ പറയാം. 3 14ലേക്ക് വന്ന കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ എടുത്തിരിക്കുന്ന രീതി അനുസരിച്ച് 3ന്റെ ഇരട്ടി എടുക്കാം. എത്രയാ? 6. ഈ 6നോട് ഒരു 8 കൂട്ടാം. എത്ര കിട്ടി? 14 കിട്ടി. കണ്ടോ? ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് വെച്ചാൽ പല വഴി ചിന്തിച്ചതിന് ശേഷം ഇവിടെ എത്തിയതാണ്. അല്ല ഞാൻ ഇവിടുന്ന് ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയതല്ല കേട്ടോ. എല്ലാ മാർഗവും നോക്കിയതിന് ശേഷം അവസാനമാണ് നമുക്കിത് കിട്ടിയത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതിയല്ല. 5 18ലേക്ക് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ ഒരു റിലേഷൻ കറക്റ്റ് ആണോ നോക്കിയേ. 5ന്റെ ഇരട്ടി 10, 10നോട് 8 കൂട്ടിയപ്പോൾ 18. കറക്റ്റ് ആണല്ലോ? ആണ്. അടുത്ത് 8 24ലേക്ക് വന്ന് നോക്കാം. 8ന്റെ ഇരട്ടി 16, 16നോട് 8 കൂട്ടിയാൽ എത്ര വന്നു? 24. അപ്പൊ അതെല്ലാം സെറ്റാണ്. എങ്ങനെയാ? ഇരട്ടിയെടുത്ത് 8 കൂട്ടി, ഇരട്ടിയെടുത്ത് 8 കൂട്ടി, ഇരട്ടിയെടുത്ത് 8 കൂട്ടി. അടുത്ത 6 30 എങ്ങനെ വന്നു എന്ന് വെച്ചാൽ 6ന്റെ ഇരട്ടി എടുക്കാം അല്ലെ? എന്നിട്ട് 8 കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? 6ന്റെ ഇരട്ടി 12 എടുത്തോ,
പക്ഷെ അതിനോട് 8 കൂട്ടിയിട്ട് കാര്യമില്ല. അതിൽ 18 കൂട്ടിയാലേ എവിടെ എത്തുള്ളൂ? 30-ലെത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിനകത്തൊരു വ്യത്യസ്തത എന്ന് വെച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഇരട്ടി എടുത്തിട്ട് 8 കൂട്ടി, ഇരട്ടി എടുത്ത് 8 കൂട്ടി, ഇരട്ടി എടുത്ത് 8 കൂട്ടി കറക്റ്റ് ആയിരുന്നു. എന്നാൽ ഈ അവസാനത്തേതിൽ മാത്രം ഇരട്ടി എടുത്തിട്ട് 8 കൂട്ടിയിട്ട് കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല. അപ്പൊ ഇതിനകത്ത് ഒറ്റയാൻ ആരാന്ന് വെച്ചാൽ 630 ആണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. അപ്പൊ എന്താണ് ചെയ്തേ? 3ന്റെ ഇരട്ടി എടുത്തു 8 കൂട്ടി, 5ന്റെ ഇരട്ടി എടുത്തു 8 കൂട്ടി, 8ന്റെ ഇരട്ടി എടുത്തു 8 കൂട്ടി. എന്നാൽ 6ന്റെ ഇരട്ടി എടുത്ത് 8 കൂട്ടിയിട്ട് എന്ത് കിട്ടിയില്ല? 30 കിട്ടിയില്ല. സോ നമ്മൾ അത് എടുക്കുന്നില്ല. വിട്ടു. ഓക്കെ അല്ലേ? ശരി. അടുത്തൊരെണ്ണം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. ഇൻ എ certain code Fanta FANTA is written as LGTZG എന്നാണ് അല്ലെ. എന്നാൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡ് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ലെറ്റേഴ്സിന്റെ നമ്പർ എഴുതി ചെയ്താൽ നമുക്ക് കുറെ സമയവും ലാഭിക്കാം, കൃത്യമായിട്ട് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ അത് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ് ഫാൻഡ. അപ്പൊ ഇതിന്റെ ഒരു കോഡ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇത് 6ാമത്തെ ലെറ്റർ ആണ്, ഇത് 1ാമത്തെ ലെറ്റർ ആണ്, 14ാമത്തെ ലെറ്റർ ആണ്, 20ാമത്തെ ലെറ്ററും ഇത് 1ാമത്തെ ലെറ്ററുമാണ്. ഇതിന്റെ കോഡിലേക്ക് ചെല്ലുമ്പോൾ ആരൊക്കെ ഉണ്ട്? LGTZG എന്നാണ്. ഇപ്പൊ എല്ലിന്റെ കോഡ് എന്താണ്, അല്ലെങ്കിൽ എല്ലിന്റെ നമ്പർ ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. L 12ാമത്തെ ലെറ്റർ ആണ്, G 7ാമത്തെ ലെറ്റർ ആണ്, T 20ാമത്തെ ലെറ്റർ ആണ്, Z 26ാമത്തെ ലെറ്റർ ആണ് അല്ലെ. G പിന്നെയും വന്നു 7. കണ്ടോ കണക്ഷൻ നോക്കിയേ. 6 ഇവിടെ എത്തിയപ്പോൾ 12ലേക്ക് എത്തി അല്ലെ. 1 ഇവിടെ എത്തിയപ്പം 7ലേക്ക് എത്തി, 14 ഇവിടെ നിന്ന് 20ലേക്ക് പോയി, 20 ഇവിടെ നിന്ന് 26ലേക്കും, ഇവിടുത്തെ 1 7ലേക്ക്. കണ്ടോ? അപ്പൊ അവിടെ എല്ലാ കൃത്യമായ ഇന്റർവെല് വരുന്നുണ്ട്. എത്ര വീതം കൂടുന്നുണ്ട്? എല്ലാ സ്ഥലത്തും 6 വീതം കൂടി കൂടി പോകുന്നുണ്ട് ആണല്ലോ. ഇനി നമുക്ക് ക്രിക്കറ്റിലേക്ക് ചെല്ലാം. ക്രിക്കറ്റ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ക്രിക്കറ്റ് ഇതിന് കോഡ് ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ അതിന്റെ ലെറ്റേഴ്സ് ഒന്ന് നോക്കിയേ. എങ്ങനെ? ഇത് 3ാമത്തെ ലെറ്റർ ആണ്, ഇത് 18ാമത്തെ ലെറ്റർ ആണ്, I എന്ന് പറയുന്ന 9ാമത്തെയും, പിന്നെ 3ാമത്തെ ലെറ്റർ വന്നു, K 11ാമത്തെ ലെറ്റർ ആണ് അല്ലടാ. ഈ 5ാമത്തെ ലെറ്റർ ആണ്, T എന്ന് പറയുന്നത് 20. കണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കി ചെയ്താലും മതി, എല്ലാ ലെറ്റേഴ്സിന്റെ നമ്പർ അറിയില്ല. എല്ലാ സ്ഥലത്തും 6 കൂട്ടണം. 3നോട് 6 കൂട്ടി 9 എന്ന് എഴുതി, 18ൽ 6 കൂട്ടി 24 എഴുതി, 9ൽ 6 കൂട്ടി 15 എന്ന് എഴുതി, 3ൽ 6 കൂട്ടി 9 തന്നെ വന്നു I അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് 11 വന്നു അല്ലേ. 11നോട് 6 കൂട്ടിയാൽ എത്ര കിട്ടി? 17ലെത്തി. അടുത്ത 5നോട് 6 കൂട്ടി 11 എന്ന് എഴുതി, ശരിയല്ലേ. 20ൽ 6 കൂട്ടി 26 എന്ന് എഴുതി. ലെറ്റേഴ്സ് എഴുതാം. 9ാമത്തെ ലെറ്റർ I ആണ്, 24ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് X ആണ്, 15ാമത്തെ ലെറ്റർ O ആണ്, 9ാമത്തെ ലെറ്റർ പിന്നെ I തന്നെ വന്നു, 17ാമത്തെ ലെറ്ററിനെ നമ്മൾ Q എന്നാണ് വിളിക്കുന്നത്, 11ാമത്തെ ലെറ്റർ ആരാണ്? K ആണ്, 26ാമത്തെ ലെറ്റർ Z ആണ്. കണ്ടോ? അപ്പൊ IXO IQ KZ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. കറക്റ്റ് അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ ഫാൻഡ എന്ന് പറയുന്ന വേർഡിന് നമ്മൾ കോഡ് കണ്ടെത്തി. എന്താണ്? LGTZG എന്ന്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ കോഡിലേക്ക് പോയതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇപ്പൊ നമ്പർ എഴുതി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം ലാഭിക്കും, കൺഫ്യൂഷനേ ഇല്ല. 0 കൺഫ്യൂഷൻ എന്നാണ്. നമ്പർ കൃത്യമായി എഴുതി ചെയ്യുന്ന ഒരാളിന് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചോദ്യങ്ങൾ തെറ്റാൻ ഒരു സാധ്യതയില്ല കേട്ടോ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ബ്ലഡ് റിലേഷൻ ആണ്. പങ്കജ് ഈസ് ദ സൺ ഓഫ് രാജേഷ് ആൻഡ് സ്വപ്ന. രാജേഷിന്റെയും സ്വപ്നയുടെയും മകനാണ് ആര്? പങ്കജ്. വൈൽ ദീപ ഈസ് ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല. ഷീലയുടെ ഒരേ ഒരു ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ, ചെറുമകളാണ് ആര്? ദീപ. ഹൂ ഈസ് ദ മദർ ഓഫ് പ്രകാശ് ആൻഡ് സ്വപ്ന. പ്രകാശിന്റെയും സ്വപ്നയുടെയും അമ്മയാണ് ആര്? ഷീല. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ സ്വപ്നയെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ. സ്വപ്നയുടെ അമ്മയാണ് ഷീല. അപ്പൊ സ്വാഭാവികമായിട്ടും രാജേഷിന്റെ ആരായിരിക്കും ഷീല? നിങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ അങ്ങ് ആലോചിച്ച് നോക്കിയാൽ മതി. ഭാര്യയുടെ അമ്മയാണ്. അപ്പൊ എന്താ? അത് അമ്മയമ്മ അല്ലേ. ഇനി പങ്കജിലേക്ക് വരികയാണെങ്കിൽ പങ്കജിന്റെ ആരാണ് ഷീല? അമ്മുമ്മയാണ് അല്ലേ, മുത്തശ്ശിയാണ്. ഓക്കെ. ഇനിയിപ്പോ പറയാണ് ഈ പ്രകാശ് എന്ന് പറയുന്ന ഒരാളും കൂടെ ഉണ്ട് അല്ലേ ഇതിനകത്തേക്ക്. അത് സ്വപ്നയുടെ ആരാണ്? സഹോദരനാണ്. പ്രകാശിന്റെ സ്വപ്നയുടെ അമ്മയാണ് ഷീല. അതുകൊണ്ട് പ്രകാശും സ്വപ്നയും സഹോദരങ്ങളാണ്. ഇഫ് പ്രകാശ് ഈസ് അൺമാരീഡ്, പ്രകാശ് കല്യാണം കഴിച്ചിട്ടില്ല, ആൻഡ്
ബ്രദർ ഓഫ് ദ വൈഫ് ഓഫ് രാജേഷ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഓൾറെഡി അത് മനസ്സിലായി അല്ലെ. രാജേഷിന്റെ ഭാര്യയായ സ്വപ്നയുടെ സഹോദരനാണ് ആര്? പ്രകാശ്. ദെൻ ഹൗ ഈസ് പങ്കജ് ഈസ് റിലേറ്റഡ് ടു ദീപ. ഇനിയിപ്പോ നമുക്ക് സമയം കളയണോ? പങ്കജും ദീപയും തമ്മിലുള്ള ബന്ധം എന്താണ്? പങ്കജ് എന്ന് പറയുന്ന ആരാണ്? സ്വപ്നയുടെ മകനാണ്. ഓക്കെ ആണേ. ഇനി ദീപ എന്ന് പറയുന്ന ആരാണ്? ഷീലയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ, ചെറുമകളാണ്. ഷീലയുടെ മകനായ ആര്? പ്രകാശ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഷീലയുടെ മകളായ സ്വപ്നയ്ക്ക് രണ്ട് മക്കളാണ്. ഒരാള് പങ്കജും അടുത്തയാൾ ആരായിരിക്കും? ഉറപ്പായിട്ട് ഈ പറഞ്ഞ ദീപയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ ഈസ് പങ്കജ് റിലേറ്റഡ് ടു ദീപ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബ്രദർ എന്ന് പറയണം. ഹൗ ഈസ് ദീപ റിലേറ്റഡ് ടു പങ്കജ് എന്ന് ചോദിച്ചാൽ നമ്മൾ സിസ്റ്റർ എന്ന് പറയണം. തൽക്കാലം ചോദ്യം പങ്കജിൻ്റെതായതുകൊണ്ട് നമ്മൾ എവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു? ബ്രദറിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് നല്ലൊരു ചോദ്യമാണ്. പേര് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് ആ കഥ പറഞ്ഞ് തന്നെ അങ്ങ് പോകാൻ പറ്റും, എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും അല്ലെ. പങ്കജ് എന്ന് പറയുന്നത് രാജേഷിന്റെയും സ്വപ്നയുടെയും മകനാണ്. ദീപ ഈസ് ദ ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ഷീല അല്ലെ. ദീപ എന്ന് പറയുന്നത് ഷീലയുടെ ആരാണ്? ഗ്രാൻഡ് ഡോട്ടർ ആണ്, ഓൺലി ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഷീല എന്ന് പറയുന്നത് ആരായിരുന്നു? പ്രകാശിന്റെ സ്വപ്നയുടെ അമ്മയാണ്. സ്വപ്നയുടെ സഹോദരനായ പ്രകാശ് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുന്ന ദീപ ഉറപ്പായിട്ട് ആരുടെ മകളായിരിക്കും? സ്വപ്നയുടെ മകളായിരിക്കും. അപ്പൊ സ്വപ്നയുടെ മകനാണ് പങ്കജ്. അപ്പം സ്വപ്നയുടെ മകള് ദീപയായതുകൊണ്ട് എങ്ങനെയാണ് പങ്കജ് ദീപയോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പങ്കജ് ദീപയുടെ ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രദർ. ഓക്കെ, തിരിച്ചു ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം? സിസ്റ്റർ എന്നും പറയാം. അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റിലേറ്റീവ് സ്പീഡ് അഥവാ ആപേക്ഷി വേഗത എന്ന് പറയുന്ന ഒരു സംഗതി ക്ലാസ്സിലുടനീളം പറയുന്ന ഒരു സംഗതിയാണ്. അറിയാലോ, നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്ലാസ്സിന്റെ പകുതി കഴിയുമ്പം നിങ്ങൾ കേട്ട് തുടങ്ങുന്ന ഒരു ടേമാണ്. ഒന്ന് ആവറേജ് സ്പീഡ്, രണ്ടാമത്തത് റിലേറ്റീവ് സ്പീഡ്. എന്താണ് റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ രണ്ട് വസ്തുക്കൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും എതിർ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വേഗതകൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് അഥവാ ആപേക്ഷിക വേഗത എന്ന് പറയാം. ഈ രണ്ട് വസ്തുക്കളും സഞ്ചരിക്കുന്നത് ഒരേ ദിശയിലാണ് എങ്കിൽ, രണ്ടുപേരും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ വേഗതകളെ തമ്മിൽ കുറച്ചെഴുതണം റിലേറ്റീവ് സ്പീഡ് കണ്ടെത്താൻ. എന്നാൽ ഇവര് എതിർദിശയിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ വേഗതകളെ തമ്മിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു? കൂട്ടി എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത്, എ ട്രെയിൻ ഓഫ് ലെങ്ത് 400 meters takes 15 seconds to cross a train of length 300 meters. 400 meters നീളമുള്ള ഒരു ട്രെയിന് 300 meters നീളമുള്ള മറ്റൊരു ട്രെയിനിനെ കടന്നു പോകാൻ 15 സെക്കൻഡ് സമയം വേണ്ടി വന്നു. ഓക്കെ, traveling at 60 km/h from the opposite direction along a parallel track. പാരലായിട്ട് അടുത്തടുത്തുള്ള രണ്ട് ട്രാക്കുകളിലൂടെ എതിർദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിൽ രണ്ടുപേരുടെ നീളം നമുക്കറിയാം അല്ലെ, ഇവര് പരസ്പരം കടന്നു പോകാനെടുത്ത സമയവും നമുക്കറിയാം. ഇതിൽ ഒരു ട്രെയിനിന്റെ വേഗത 60 km/h എന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലോങ്ങർ ട്രെയിൻ എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീഡ് വേഗതകളുടെ തുകയായിരിക്കും. S1 + S2. ഇവിടെ ഓൾറെഡി ഒരു വേഗത തന്നിട്ടുണ്ട്, ഒരാളിന്റെ വേഗത, അതായത് S1 തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. S2 നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അപ്പൊ റിലേറ്റീവ് സ്പീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഇല്ല. റിലേറ്റീവ് സ്പീഡിലേക്ക് നമ്മൾ പോകും. അപ്പൊ റിലേറ്റീവ് സ്പീഡ് അഥവാ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, വേഗത കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് നമ്മൾ എടുക്കുന്നത്. സ്പീഡ് കണ്ടെത്താൻ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ട്രെയിനിന്റെ നീളം 400 മീറ്ററും മറ്റൊരു ട്രെയിനിന്റെ നീളം 300 മീറ്ററും ആണെങ്കിൽ അവര് പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് 400 + 300 700 മീറ്റർ എന്നെഴുതിയാൽ പ്രശ്നമുണ്ടോ? ഈ രണ്ട് ട്രെയിനുകളും പരസ്പരം കടന്നു പോവുകയാണല്ലോ. അപ്പൊ കടന്നു പോകുമ്പോൾ ഈ രണ്ട് ട്രെയിനുകളുടെ നീളം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 700 മീറ്റർ ആണ്.
അവിടെ അത് കടന്നു പോകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സും ആണ്. ഓക്കെ ആണല്ലോ. അവിടുത്തെ ഡിസ്റ്റൻസ് നമുക്കറിയാം, അവിടുത്തെ എന്തോ അറിയാം, സമയവും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വേഗത കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? 700/15 എന്ന് കൊടുത്തു. 700/15 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കാട്ടോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 140 എന്ത് ചെയ്യാം, 3 എന്ന് എഴുതാം. ഇതെന്താണ് സംഭവം? വേഗതയാണ്. ഈ വേഗത ഏതിലാണ് കിട്ടിയിരിക്കുന്നത്? മീറ്ററും സെക്കൻഡും ചേർന്ന് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 2 ട്രെയിനുകളുടെയും നീളം തമ്മിൽ കൂട്ടിയ ശേഷം അവരുടെ കടന്നു പോകാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ഒരു വേഗത കിട്ടി. ഈ വേഗതയാണ് ശരിക്കും ഈ 2 ട്രെയിനുകളുടെ എന്ത്? റിലേറ്റീവ് സ്പീഡ് അഥവാ ആപേക്ഷിക വേഗത. പക്ഷെ ഒരു ചെറിയ പ്രശ്നം, നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു വേഗത കിലോമീറ്റർ പെർ അവറിലാണ്. ഈ തന്നിരിക്കുന്നതോ ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ്. ഇത് രണ്ടും കൂടെ നടക്കൂല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കിലോമീറ്റർ പെർ അവറിലേക്കോ അല്ലെങ്കിൽ മറ്റേതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കോ മാറ്റിയാലേ ഉത്തരം കിട്ടൂ. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ആൻസർ വേണ്ടത് കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് തന്നെ എല്ലാ വാല്യൂവും കിലോമീറ്റർ പെർ അവറിലേക്ക് വന്നാൽ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 140/3 എന്ന് പറയുന്ന മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ഞാൻ മാറ്റുന്നു. എങ്ങനെയാ? 18/5 കൊടുത്തിട്ട്. അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലേക്ക് പോകാൻ 18/5 കൊടുക്കുക. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക്, എവിടെ നിന്ന്? മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലേക്ക് പോയ പോലെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് വരാൻ എന്ത് കൊടുക്കുക? 5/18 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ തൽക്കാലം നമുക്ക് 18/5 ഗുണിച്ചാൽ മതിയാവും. ഈ 3 കൊണ്ട് ഞാൻ 18നെ ക്യാൻസൽ ചെയ്തു. അപ്പൊ എനിക്ക് 6 കിട്ടി. ഇവിടെ ഒരു 140 ഉണ്ടായിരുന്നു. ഇതിനെ ഞാൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 28 എന്ന് കിട്ടി. 28നെ 6നോട് ഗുണിച്ചോളൂ. 20 × 6 120 ആണല്ലേ. 8 × 6 എത്ര കിട്ടും? 48. അപ്പൊ 168 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ വേഗത അഥവാ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 168 ആണ്. അപ്പൊ ഈ റിലേറ്റീവ് സ്പീഡ് 168 ആണ്. ആണല്ലോ. ഇതിൽ ഒരു വേഗത 60 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, ഉണ്ടല്ലോ. എന്നാൽ രണ്ടാമത്തെ ട്രെയിനിന്റെ വേഗത അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന മറ്റേ ട്രെയിനിന്റെ വേഗത എന്താണ് എന്നാണ്, അല്ലെ? അല്ലെങ്കിൽ ലാർജർ ട്രെയിനിന്റെ വേഗത. ഇത് കണ്ടുപിടിക്കാൻ എത്ര ഉള്ളൂ? S2 = എന്ത് ചെയ്താൽ മതി? 168ൽ നിന്ന് ആരെ മൈനസ് ചെയ്തോ? 60നെ. 168ൽ നിന്ന് 60 പോയാൽ നമുക്ക് കിട്ടുന്ന 108 എന്നല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ലോങ്ങർ ട്രെയിൻ എന്ന് ചോദിച്ചാൽ 108 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? വ്യക്തമായിട്ടുണ്ടോ? ഉറപ്പിക്കട്ടെ. അപ്പൊ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ഒരു ട്രെയിനിന്റെ നീളം 400 മീറ്റർ ആണ്, അല്ലെ? മറ്റൊരു ട്രെയിനിന്റെ 300 മീറ്റർ ആണ്. കടന്നു പോകാൻ 15 സെക്കൻഡ് സമയം എടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 400 300 700 എടുത്തു. 700നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആണല്ലോ. ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഇട്ട് നമ്മൾ സിംപ്ലിഫൈ ആണെങ്കിൽ ഇവിടെ ഒരു 5 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടുമായിരിക്കും? ഇവിടെ ഉറപ്പായിട്ടും പറഞ്ഞേ, 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുമ്പോൾ എന്തുണ്ട്? മുകളിൽ 700 ഉണ്ട്, 6 ഉണ്ട്, താഴെ എന്തുണ്ട്? 5 × 5 എത്ര വന്നു? 25 എന്ന് വന്നു. ഉറപ്പിക്കാമോ? യെസ്. ഈ 100ഉം ഈ 25ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 4. അപ്പൊ ശരിക്കും നമ്മളിവിടെ 4 കൊണ്ട് ഗുണിച്ചാൽ പോരെ. അപ്പൊ 7 4 6 ഇത്രയും നമ്പേഴ്സ് ഗുണിക്കാനുണ്ട്. 7 × 4 × 6. 7 × 4 എത്രയാ? 28. 28 × 6. 28 × 6 എത്ര വരും? 168 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിലേറ്റീവ് സ്പീഡ്. ഈ 168ൽ നിന്ന് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഒരു 60 കിലോമീറ്റർ പെർ അവർ ഇല്ലേ, ഇതങ്ങ് മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എത്ര കിട്ടും? 108 എന്ന് കിട്ടും. കിട്ടിയോ? ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ ട്രെയിൻ അല്ലെങ്കിൽ തന്നിരിക്കുന്നതല്ലാത്ത ട്രെയിൻ ഇല്ലേ, അതിന്റെ വേഗത എന്ന് പറയുന്നത്. കുഴപ്പമുണ്ടോ? ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. അടുത്തൊരു ചോദ്യം കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. It was Sunday on January 1st, 2006. What was the day of the week January 1st, 2010? അറിയാമല്ലോ, ഇത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ. യെസ്, നമ്മുടെ റിവിഷൻ ക്ലാസ്സിലൊക്കെ സ്ഥിരം മോഡലാണ് അല്ലേ. അപ്പൊ ജനുവരി 1 2006 ജനുവരി മാസം 1 എന്ന് പറയുന്നത് ഏത് ദിവസമായിരുന്നു? സൺഡേ ആയിരുന്നു.
അപ്പൊ 2007 എന്ന് പറയുന്നത് ഏതായിരിക്കും? ഉറപ്പായിട്ടും മൺഡേ ആയിരിക്കും അല്ലെ? 2008 ചെല്ലുമ്പോഴും ഇത് ഏത് തന്നെയാണ്? ഒരു ദിവസം കൂടെ കൂട്ടിയിട്ട് ട്യൂസ്ഡേ. ഇങ്ങനെ എഴുതാനുള്ള കാരണം മനസ്സിലായോ? ഏതൊരു സാധാരണ വർഷവും കടന്നു പോകുമ്പോൾ, ഒരു ഫുൾ ഇയർ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ദിവസം മാത്രം കൂട്ടി എഴുതിയാൽ മതി. 2006 ജനുവരി 1 നിന്ന് 2007 ജനുവരി 1 പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ഈ സൺഡേ എന്നുള്ളത് ഒന്ന് കൂട്ടി മൺഡേയിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് 2008 ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടെ കൂട്ടിയിട്ട് ട്യൂസ്ഡേയിലേക്ക് എത്തിച്ചു. ഇതെന്താണ്? ഓർഡിനറി ഇയർ. ഓർഡിനറി ഇയർ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ദിവസം കൂട്ടി എഴുതിയാൽ മതി, ഒന്ന് അല്ലേ? എന്നാൽ ഇനി കടന്നു പോകുന്ന ലീപ്പ് ഇയർ ആണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ 2008 നിന്ന് 2009 പോകുമ്പോൾ 2008 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 2008 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2008 ഒരു ലീപ്പ് ഇയർ ആണ്. അത് കടന്ന് 2009 ചെല്ലുമ്പോൾ നമ്മൾ എത്ര ദിവസം കൂട്ടി എഴുതണം? 2 ദിവസം കൂട്ടി എഴുതണം. അപ്പൊ ട്യൂസ്ഡേയോട് 2 കൂട്ടിയിട്ട് നമ്മൾ തേഴ്സ്ഡേ എന്ന് എഴുതും. അത് കഴിഞ്ഞ് 2009 നിന്ന് 2010 ചെല്ലുമ്പോൾ 1 കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഫ്രൈഡേ. തിങ്കളാഴ്ച നിന്നിട്ടാണോ പോയേ? അല്ല, നമ്മൾ സൺഡേയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? പിന്നെ തിങ്കൾ, ചൊവ്വ അങ്ങനെ എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഫ്രൈഡേയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രൈഡേ എന്താണ്? വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഉത്തരം. തെറ്റിപ്പോലെ ഓക്കെ ആണേ. അപ്പൊ നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. 2006 നിന്ന് 2010 ചെല്ലുമ്പോൾ അവിടെ എത്ര വർഷം ഉണ്ടെന്ന് വെറുതെ പ്ലെയിൻ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. എത്ര വർഷമുണ്ട്? ജസ്റ്റ് എത്ര വർഷമുണ്ട്? 2006 നിന്ന് 2010 ചെല്ലുമ്പോൾ 4 വർഷമാണ് ഉള്ളത്. ഇതിനിടയിൽ ലീപ്പ് ഇയർ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? ഉണ്ട്. ഒരു ലീപ്പ് ഇയർ വരുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ ഒരു 1 കൊടുക്കാം. അപ്പൊ മൊത്തം എത്രയായി? 5 ആയിട്ടുണ്ട്. ഇങ്ങനെ എഴുതാമല്ലോ. 2006 നിന്ന് 2010 പോകാൻ എത്ര വർഷമുണ്ട്? 4 വർഷമുണ്ട്. ലീപ്പ് ഇയർ ഒരെണ്ണം ഉള്ളത് കൊണ്ട് ആ ഒന്നും കൂടെ ചേർത്തു. അപ്പൊ 5 ആയി. ഓക്കെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? സൺഡേയിലാണ്. അപ്പൊ ഈ സൺഡേയോട് നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഒരു 5 കൂട്ടി എഴുതിയാൽ മതി അല്ലെ? അപ്പൊ ഈ സൺഡേയോട് 5 കൂട്ടുന്നതിന് പകരം നമ്മൾ സൺഡേയിൽ നിന്ന് ഒരു 2 കുറച്ചാലും മതി. കാരണം അറിയാലോ, 5 കൂട്ടുന്നതിന് തുല്യമാണ് 2 കുറയ്ക്കുന്നത്. കാരണം ഒരാഴ്ചയിൽ മൊത്തം എത്ര? 7 ദിവസം അല്ലേ? അപ്പൊ 5 കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യാം? 2 കുറയ്ക്കാം. 5 2 7 അല്ലേ? 6 കൂട്ടുന്നതിന് പകരം 1 കുറയ്ക്കാം. 4 കൂട്ടുന്നതിന് പകരം 3 കുറയ്ക്കാം. അങ്ങനെ. അപ്പൊ സൺഡേയോട് ഒന്നുകിൽ 5 കൂട്ടുക, അല്ലെങ്കിൽ സൺഡേയിൽ നിന്ന് 2 കുറയ്ക്കാം. അപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും? ഫ്രൈഡേയിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ ആണോ? വെള്ളിയാഴ്ച ക്ലിയർ ആയോ? അപ്പൊ 2006 നിന്ന് 2010 നമ്മൾ പോയത്. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. ഇനി നമുക്ക് ഡെസിമൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു 0.5 ഉണ്ട്, 0.05 ഉണ്ട്, 0.005 ഉണ്ട്. ഇവിടെ വരുമ്പോൾ 50 ഉണ്ട്, 500 ഉണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പോയിന്റ് ഡെസിമൽ എന്ന് പറയുന്നത് ആരാ? 1/10 ആണ് അല്ലടാ? ആണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഒരു 1/10 ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ എന്തുണ്ടാവും? 2 1/10 ഉണ്ടാവും എന്ന് വെച്ചാൽ 1/100. ഇവിടെ എത്തുമ്പോൾ 3 ഡെസിമൽ ആയത് കാരണം 1 ആരുണ്ടാവും? 1000 ഉണ്ടാവും. ഇനി 50-ലാണെങ്കിൽ ആരുണ്ടാവും? 10 ഉണ്ടാവും. 500-ലാണെങ്കിൽ ആരുണ്ടാവും? 100 ഉണ്ടാവും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ ഈ 1/10-നെയും ടെൻസിനെയൊക്കെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്പേഴ്സ് ആരൊക്കെ മാത്രമേ ഉള്ളൂ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാണ്. ആക്ച്വലി ഇത് ആരാണ്? 5⁻5 ആണ്. 5-നെ 5 തവണ എഴുതി ഗുണിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ 3125 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ നമ്പർ. അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇവിടെ ഇവരെല്ലാവരെയും നമ്മൾ ഗുണിക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലെ? ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കട്ടെ? ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോയിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു 100ഉം ഇവിടുത്തെ ഒരു 100ഉം വെട്ടിപ്പോയിട്ടുണ്ടാവും. ഇനി ആരവിടെ അതുപോലെ തന്നെ കിടപ്പുണ്ട്? 1/1000. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് എഴുതുമ്പോൾ 3125 ഡിവൈഡഡ് ബൈ 1000 എന്ന് എഴുതി തന്നെ കൊടുക്കാം. മനസ്സിലായോ? അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ 1/1000 ആണോ ഈ കാണുന്ന ഇൻറ്റു 10 ഇൻറ്റു 100 ഒക്കെ ആണോ വലുത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് ഒരു 3 ഡെസിമൽ പ്ലേസ് വരണമല്ലോ. അപ്പൊ 3.125 എന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക? പരിഗണിക്കുക. എങ്ങനെ? ഡെസിമൽ വന്നാൽ 1/10 അല്ലെ? ഒരെണ്ണത്തിന് 1/10, 2 ആണെങ്കിൽ 1/100, 3 ആണെങ്കിൽ 1/1000.
ഇതിലേക്ക് 0 വരികയാണെങ്കിൽ 1 പൂജ്യത്തിന് 10, 2 പൂജ്യത്തിന് 100, 3 പൂജ്യത്തിന് 1000 എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഇവിടുത്തെ ആൻസർ ക്ലിയർ അല്ലേ? ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗം എന്താന്ന് വെച്ചാൽ കേട്ടോ, ഈ നമ്പേഴ്സ് എല്ലാം ആദ്യം തന്നെ ഗുണിച്ചങ്ങ് എഴുതുക. ഡെസിമൽ നോക്കണ്ട, നമ്പേഴ്സ് മാത്രം. നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചെഴുതുകയാണെങ്കിൽ, ഡെസിമൽ ഇല്ലാതെ നമ്പേഴ്സ് നമ്മൾ ഗുണിച്ചെഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? 5 5 5 5 5 5 എത്രയാണോ? 5 എണ്ണം വന്നു. ഇവരെ ഗുണിച്ചാൽ 3125 എന്ന് കിട്ടും. ഇതിൽ നോക്കുമ്പോൾ എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കിയേ. 3 പൂജ്യം ഉണ്ട്. അപ്പൊ ആ 3 പൂജ്യം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ ഡെസിമൽ ഇല്ലാതെ നമ്പേഴ്സിനെ മാത്രം ഗുണിച്ചെഴുതി. അപ്പൊ ഇത് കിട്ടി. ഇനി നിങ്ങൾ ഡെസിമൽ എണ്ണി നോക്കുക. ഇവിടെ എത്ര? 1, ഇവിടെ 2, അപ്പൊ 3, പിന്നെ 3 3 6 സ്ഥാനം. ഈ 6 ഡെസിമൽ പ്ലേസിനകത്ത് ഇട്ട് കൊടുക്കണമെന്നല്ലേ? അപ്പൊ നോക്ക്, 1 2 3 4 5 6. ഈ 6 എണ്ണം കഴിയുമ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കൂ. അപ്പൊ ശരിക്കും ഇത് എന്തായിട്ട് മാറുന്നു? 3.125 ആയിട്ട് മാറിയായിരുന്നോ? ഇത്രയേ ഉള്ളൂ. 3.125 എന്ന ക്രമത്തിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ. ഒന്നുകിൽ പൂർണ്ണമായ നമ്പേഴ്സ് മാത്രം എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഡെസിമലിനെ 1/10 ലെവലിലേക്കും, അല്ലെ, അതിനകത്ത് വരുന്ന പൂജ്യങ്ങളെ 10 100 1000 എന്നുള്ള ലെവലിലേക്കും കൊണ്ടുപോയിട്ട് അവരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നാലും മതി. ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളത്, അത് ഫോളോ ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം, ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. By what fraction must its consumption be reduced so as to keep the same expenditure on its consumption? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്ലാസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഒരു പ്രത്യേക വസ്തുവിന്റെ വില കൂടുമ്പോൾ അവിടുത്തെ ചെലവ് വർദ്ധിക്കാതിരിക്കാൻ അതിന്റെ കൺസംഷൻ അല്ലെങ്കിൽ അതിന്റെ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ചോദ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഓർമ്മയുണ്ടോ? അതേ കാര്യം തന്നെയാണ് ഇവിടെ. നമ്മളൊരു പ്രത്യേക കമ്മോഡിറ്റി, അല്ലെ, പ്രത്യേക സാധനം ഇപ്പൊ അരി ഉപയോഗിക്കുകയാണ്. ഒരു ദിവസം നോക്കുമ്പം അരിയുടെ വില അന്ന് വരെ ഉള്ളതിൽ നിന്ന് 50% കൂടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥിര വരുമാനം വരുന്ന ഒരാളിന്, ഒരു നിശ്ചിത വരുമാനം മാത്രമുള്ള ഒരാളിന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യും? ഇതിന്റെ യൂസേജ് കുറയ്ക്കും, കൺസംഷൻ കുറയ്ക്കും. വില കൂടിയ സാധനത്തിന്റെ യൂസേജ് കുറയ്ക്കും, വില കുറഞ്ഞ സാധനങ്ങളുടെ യൂസേജ് കൂട്ടും. അങ്ങനെയല്ലേ? അപ്പൊ പുള്ളിക്കാരന് എത്ര ശതമാനം ഇതിന്റെ യൂസേജ് കുറച്ചാൽ പുള്ളിക്കാരന് ഈ ഒരു വില വർധനവിനെ മറികടക്കാം, അതായത് ചെലവ് കൂടാതെ നോക്കാം എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നോർമലായിട്ട് ഒരു സാധനത്തിന്റെ വില 100% ആണല്ലോ. അതിലൊരു 50% വർദ്ധിക്കുക എന്ന് വെച്ചാൽ ശരിക്കും ഇത് എവിടേക്ക് എത്തിയെന്നാണ്? 150%-ത്തിലേക്ക് എത്തിയെന്നാണ്, അല്ലെ? അപ്പൊ ഈ ചെലവ് വർദ്ധിപ്പിക്കാതിരിക്കാൻ, അല്ലെ, ചെലവ് വർദ്ധിക്കാതിരിക്കാൻ ഇതിന്റെ ഉപഭോഗം അഥവാ കൺസംഷൻ എത്ര കുറയ്ക്കണം, എത്ര ശതമാനമെന്നോ എത്ര ഭിന്നസംഖ്യയിൽ എത്ര കുറയ്ക്കണമെന്നോ ഒക്കെ ആലോചിച്ചാൽ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് 50% ആണല്ലോ കൂടിയേ ആണ്. അപ്പൊ 100ന്റെ 50% എന്ന് പറയുന്നത് എത്ര? 50 കൂടി. ഇനി തിരിച്ച് 150-ൽ നിന്നാണല്ലോ കുറയ്ക്കേണ്ടേ. അപ്പൊ കുറയ്ക്കുമ്പോഴും എത്ര തന്നെ കുറയ്ക്കുക? 50 കുറയ്ക്കുക, അല്ലെ? എവിടെ നിന്നാണ് കുറയ്ക്കുന്നതെന്ന് ആലോചിക്കുക. എവിടെ നിന്നാ കുറയ്ക്കുന്നേ? 150-ൽ നിന്നാണ് കുറയ്ക്കുന്നത്. ഇത്ര ഉള്ളു കാര്യം. ഇവിടെ നിന്ന് അങ്ങോട്ട് 100-ൽ നിന്നാണ് പോയത് എങ്കിൽ തിരിച്ച് അവിടെ നിന്ന് വരുമ്പോൾ 150-ൽ നിന്ന് വേണം വരാൻ. അപ്പം 50/150 എന്ന് എഴുതുക. 50/150 എന്ന് വെച്ചാൽ ശരിക്കും ആരാ? 1/3 അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ 1/3 എന്ന് മറുപടി പറയാം. അപ്പൊ ഒരു പ്രത്യേക വസ്തുവിന്റെ വില 50% വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അവിടുത്തെ ചെലവ് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ചെലവ് കൂടാതിരിക്കാൻ നമ്മൾ എത്ര ശതമാനമാണ് കൺസപ്ഷൻ കുറയ്ക്കേണ്ടത് എന്ന ചോദ്യത്തിന് നമ്മൾ ഇത്രയും മാത്രം എഴുതുക. ഇവിടെ കൂടിയ വാല്യൂ എത്രയെന്ന് എഴുതുക. എത്രയാ? അത് ആണല്ലോ. ഇനി ഈ കൂടി എന്ന് പറയപ്പെടുന്ന വാല്യൂ 100-നോട് കൂട്ടി അതിന്റെ താഴേക്ക് എഴുതുക. കൂടി എന്ന് പറയപ്പെടുന്ന വാല്യൂ എത്രയാണ്? 50 ആണ്. 100-നോട് കൂട്ടിയാൽ 150 എന്ന് എഴുതാമല്ലോ. കഴിഞ്ഞു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇതിന്റെ ഫ്രാക്ഷൻ ഫോം കിട്ടും. ഇനി നിങ്ങളോട് ഇതിന്റെ തന്നെ എന്ത് ചോദിക്കാം? പെർസെൻറ്റേജ് ഫോം ചോദിക്കാം. അതായത് 50% വർദ്ധിപ്പിക്കുമ്പോൾ എത്ര ശതമാനം കുറച്ചാൽ കൺസംഷൻ എത്ര ശതമാനം കുറച്ചാൽ ചെലവ് നിയന്ത്രിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കിട്ടുന്ന ഫ്രാക്ഷന്റെ കൂടെ ഒരു 100 കൂടെ ഗുണിക്കുക. അപ്പൊ അത് ഏതിലേക്ക് മാറിക്കോളും? പെർസെൻറ്റേജിലേക്ക്. ഇപ്പൊ നമുക്ക് പെർസെൻറ്റേജ് ഇല്ല, എന്ത് മാത്രം മതി? നമുക്കിവിടെ ഒരു ഫ്രാക്ഷൻ മാത്രം മതി. ആ ഫ്രാക്ഷൻ ആണ് ഈ കിടക്കുന്ന സാധനം. ചെയ്ത കാര്യത്രേ ഉള്ളൂ. വില കൂടി എന്ന് പറയപ്പെടുന്ന 50 അതുപോലെ എഴുതുക.
അതിനെ ഒന്ന് കൂട്ടി താഴേക്ക് എഴുതുക. 100നോട് 50 കൂട്ടിയപ്പോൾ 150 എന്ന് കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/3 എഴുതാൻ കഴിയും. തെറ്റായ? ഓക്കെ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. എ സർട്ടൺ സം ഓഫ് മണി ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years ഈസ് ₹304.5 and the simple interest for the same period is ₹290. Find the rate of interest per annum എന്നാണ്. അപ്പം ഇത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്ലാസ് അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 4ാമത്തെ പാർട്ടിലോങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഈ ടൈപ്പിലെ ഏറ്റവും കുറഞ്ഞ 5 ചോദ്യങ്ങൾ നമ്മൾ റെക്കോർഡ് ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവിഷൻ ക്ലാസ്സിൽ പല ആവർത്തി ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു 2 കൊല്ലത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തന്നിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പലിശ നിരക്ക് കണ്ടെത്താമെന്ന് ഞാൻ വ്യക്തമായതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 2 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 290 രൂപയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റും രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റും നമുക്ക് ഈ 290ന്റെ നേരെ പകുതി എടുത്താൽ പോരെ? അപ്പൊ എത്ര കിട്ടും? 145 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 145, സെക്കൻഡ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 145 ആണല്ലോ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എല്ലാ കാലത്തും ഒരുപോലെ. എന്നാൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഈ 290നേക്കാൾ ഒരല്പം കൂടുതലുണ്ടല്ലേ? എന്ന് വെച്ചാൽ 304.5 ആണ് അവിടെ ഉള്ളത്. അപ്പൊ 290ൽ നിന്ന് അവിടെ എത്ര രൂപ കൂടുതലുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് 104 രൂപ 50 പൈസ എന്ന് പറയാൻ പറ്റുമോ? 104 എടുക്കണമെങ്കിൽ പിന്നെ അത് ഹെവി ആയിരിക്കണ്ടേ? 104 ഇല്ലടാ, 304 290 കുറച്ചാൽ നമുക്ക് എത്രയേ ഉള്ളൂ? 14 രൂപയേ ഉള്ളൂ. 14 രൂപ 50 പൈസ ആണല്ലോ. അപ്പൊ 304 നിന്ന് 290 കുറച്ചു, 14 കിട്ടി. പിന്നെ 50 പൈസയും കൂടെ കൊടുത്തു. അപ്പൊ ഈ 50 പൈസയാണ്, ഈ 14 രൂപ 50 പൈസയാണ് ശരിക്കും ഇതിന്റെ കൂട്ടുപലിശ എന്ന് പറയുന്നത്. ഇത് എപ്പോ കിട്ടുന്നതാ? രണ്ടാമത്തെ വർഷം കിട്ടുന്നതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പലിശ നിരക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ആദ്യത്തെ വർഷത്തെ പലിശയായ 145ന് കിട്ടുന്ന അധികം പലിശയാണല്ലോ ഇവിടെ ഈ കൂട്ടുപലിശ എന്ന് പറയുന്നത്. നമുക്ക് 2 കൊല്ലത്തെ പലിശ മൊത്തം 290 ഉണ്ട്. ഇതിന് നമ്മൾ 2ആയിട്ട് മുറിച്ചാൽ 145 145 വരും അല്ലെ? ഈ ആദ്യത്തെ വർഷം കിട്ടുന്ന പലിശയ്ക്ക് കിട്ടുന്ന പലിശയാണല്ലോ 14 രൂപ 50 പൈസ. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ 14 രൂപ 50 പൈസയെ എന്ത് ചെയ്യുക? 145 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം ഈ 145ന്റെ പലിശയാണല്ലോ 14 രൂപ 50 പൈസ ആണ്. ഇതിന്റെ ശതമാനം കണക്കാക്കുക, പലിശ നിരക്ക്. ഓക്കെയാണ്. പിന്നെ നമ്മൾ ഗുണിച്ചെഴുതാണെങ്കിൽ മുകളിൽ 1450 എന്നും താഴെ 145 എന്നും കിട്ടുമല്ലോ. ഇവരെ വെട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ 10% എന്നുള്ളതാണ്. ഇതിപ്പം ഇങ്ങനെ എടുത്തെഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ തന്നെ പല ആവർത്തി ചെയ്തു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 2 വർഷത്തേക്കുള്ള സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസത്തെ എടുത്തെഴുതുക. അപ്പൊ 304.5ഉം 290 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 14.5 ആണല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്ന 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പകുതി എടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് 290 ആണ്. ഈ 290ന്റെ പകുതി എന്ന് പറയുന്നത് 145. ഇത് അങ്ങോട്ട് എഴുതുക. ഓക്കെ. അപ്പം ഈ പലിശകൾ തമ്മിലുള്ള വ്യത്യാസത്തെ ഈ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പകുതി കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? ഇങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചേരും, 10%ത്തിലേക്ക് എത്തിച്ചേരും. ഈ 10%ആണ് ഇവിടുത്തെ പലിശ നിരക്ക്. ഇതിപ്പോ റെക്കോർഡ് ക്ലാസ്സിൽ കുറേ ചോദ്യം നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുവിധം അത് യൂസ്ഡ് ആണ്, വലിയ കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ? ശരി. അടുത്തൊരു ചോദ്യം. എ ബാഗ് ഹാസ് ₹785 in the denominations ₹2, ₹5 and ₹10 coins. The coins are in the ratio 6:9:10. How many coins of ₹5 are in the bag? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ട് ക്ലാസ്സിനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പേഴ്സണകത്തുള്ള എമൗണ്ടിനെ നമ്മൾ റേഷ്യോ അനുസരിച്ച് ചെറിയ ചെറിയ ഡിനോമിനേഷൻസ് ആയിട്ട് മാറ്റുന്നുണ്ട് അല്ലെ? എന്നിട്ട് അതിൽ ഓരോ ഡിനോമിനേഷനും എത്ര എണ്ണം വീതം എന്ന് കണ്ടുപിടിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത് അല്ലെ? ഇവിടെ എന്താണ്? 785 രൂപയുണ്ട് മൊത്തം അല്ലെ? എങ്ങനെയാണ്? 2 രൂപ
5 രൂപ 10 രൂപ കോയിൻസ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനെല്ലാം റേഷ്യോ ഉണ്ടല്ലേ. 2 രൂപ കോയിൻസിന്റെ റേഷ്യോ 6 ആണെങ്കിൽ 5 രൂപയുടെ 9ഉം 10 രൂപയുടെ 10ഉം ആണ്. ഈ രീതിയിലായിരിക്കും വരിക. അപ്പൊ 2 രൂപ 5 രൂപ 10 രൂപ കോയിൻസ് ഏത് റേഷ്യോയിലാണ്? 6:9:10 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള 5 രൂപ കോയിൻസിന്റെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നമ്മുടെ ഈ ഡിനോമിനേഷൻസ് അങ്ങ് എടുത്തെഴുതാം. അപ്പൊ ₹2 അല്ലേ, അതുപോലെ ₹5, അതുപോലെ ₹10. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലാം ഏത് റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്? 6:9:10 എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്ത് കൊടുക്കുക? ഒരു 6, പിന്നെ ഇവിടെ വരുമ്പോ ഒരു 9, പിന്നെ ഇവിടെ വരുമ്പോ ഒരു 10. മനസ്സിലായി? ആ റേഷ്യോ അനുസരിച്ച് 6, 9, 10 അല്ലെ. ഇപ്പൊ 2x6 എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. 5x9 എന്ന് പറയുന്നത് 45 ആണ്. 10x10 എന്ന് പറയുന്നത് 100 ആണ്. ഇങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഡിനോമിനേഷനും അവരുടെ റേഷ്യോയും തമ്മിൽ ഇൻറ്റു ചെയ്തു അല്ലെ. ഇപ്പൊ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഡിനോമിനേഷന്റെ റേഷ്യോ എന്നതിലുപരി ഇതിപ്പോ എമൗണ്ടിന്റെ റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എമൗണ്ടിന്റെ റേഷ്യോ 12, 45, 100 അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ടോട്ടൽ 785 എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പോവാ? 12, 45, 100 എന്ന് വെച്ചാൽ ഏത് റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പൊ എമൗണ്ട്? 12:45:100ലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ പോവാണേ. 12ഉം 45ഉം 100ഉം കൂടെ കൂട്ടിയേ. 12ഉം 45ഉം 100. 100 45 എത്രയായി? 145. 12 കൂടെ ചേർത്തേ. അപ്പൊ 157 എന്ന് കിട്ടി. അപ്പൊ 157 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഈ 785നെ 157 ആയിട്ട് മുറിച്ചാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 5 എന്നായിരിക്കും. ഇത്ര എഴുതാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് വേണ്ടത് 5 റുപ്പി കോയിനെ കുറിച്ചാണ്. അപ്പൊ 5 റുപ്പി കോയിനെ സൂചിപ്പിക്കുന്ന ഇവിടുത്തെ റേഷ്യോ വാല്യൂ ഏതാണെന്ന് നോക്കാം. എത്രയാ? 45 ആണ്. അപ്പൊ ഈ 5 ഇവിടെ കിട്ടിയ അടിസ്ഥാന വില എന്ന് വെച്ചാൽ 785നെ നമ്മൾ 157 പീസായിട്ട് മുറിച്ചപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇത്തരത്തിലുള്ള എത്ര യൂണിറ്റ് ചേരുമ്പോഴാണ്? 45 യൂണിറ്റ് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 രൂപ കോയിനിന്റെ ടോട്ടൽ എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ 45 × 5 എന്ന് പറയുന്നത് 225 ആണല്ലോ. 220 നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ 225 രൂപയ്ക്ക് 5 രൂപ നാണയങ്ങളാണ് അല്ലെ. ഇനി നമ്മൾ 12 കൊണ്ടാണ് ഇവിടെ ഗുണിക്കുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടും? 12 × 5 60 രൂപയ്ക്ക് എത്ര രൂപ നാണയങ്ങളാണ്? 2 രൂപ നാണയങ്ങളാണ്. അത് കഴിഞ്ഞ് ഇവിടെ 100 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 500 എന്ന് കിട്ടും. അപ്പൊ 500 രൂപയ്ക്ക് ഈ കാണുന്ന 10 രൂപ നാണയങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 5 കിട്ടുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ കാണുന്ന ഓരോ നമ്പറിനോട് ഗുണിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂയിലേക്ക് നമ്മൾ ചെന്നിറങ്ങും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ ആണേ. അപ്പൊ നമുക്ക് 5 രൂപ കോയിൻ മൊത്തം 225 രൂപയ്ക്കുണ്ട് അല്ലെ. 225 രൂപയ്ക്ക് എന്നാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി കോയിൻസ് എന്നാണ്. അപ്പൊ അതിൽ എത്ര കോയിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ 225 രൂപയിൽ എത്ര 5 രൂപ കോയിൻസ് ഉണ്ട് എന്നറിയാൻ നമ്മളിവിടെ എന്ത് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 45 തരിക. ഇത് ഗുണിച്ചെഴുതണമെന്നില്ല. പകരം എന്താ ഇവിടെ നോക്ക്, 5 × 45 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെ ഇവിടെ ഇട്ട് തന്നെ 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തോ. അപ്പൊ ഈ 5ഉം വെട്ടി പോകുമല്ലോ. ബാക്കി വരുന്നത് എത്രയാ? 45. ഇതാണ് നമ്മുടെ ഉത്തരം. പിടി കിട്ടിയോ? അപ്പൊ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ റേഷ്യോയിലേക്ക് കട്ട് ചെയ്യാണ്. എങ്ങനെയാണ് ഡിനോമിനേഷൻ വന്നേ? 2 രൂപ കോയിൻസ് അല്ലെ, പിന്നെ 5 രൂപയുടെ കോയിൻസ്, അതുപോലെ 10 രൂപയുടെ കോയിൻസ്. ഏത് റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്? 6, 9, 10. അപ്പൊ ഇവിടെ 6 കൊടുക്കാം, ഇവിടെ 9 കൊടുക്കാം, ഇവിടെ 10 കൊടുക്കാം അല്ലെ. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 12 എന്നും ഇവിടെ കിട്ടുന്നത് 45 എന്നും ഇവിടെ കിട്ടുന്നത് 100 ആണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന എമൗണ്ടിന്റെ റേഷ്യോ ആണ് 12:45:100. മൊത്തം എമൗണ്ട് 785 ആണല്ലോ. ആണ്. ഈ 785നെ നമ്മൾ ഈ പറഞ്ഞ റേഷ്യോ അനുസരിച്ച് മൊത്തം എത്രയായിട്ട് മുറിക്കുക? 157 ആയിട്ട് മുറിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഇതിൽ 5 രൂപ കോയിൻസ് ഏത് റേഷ്യോയിലാണുള്ളത്? 45 എന്ന് പറയുന്ന വാല്യൂലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 5നെ നമ്മൾ 45 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ടോട്ടൽ വാല്യൂ കിട്ടും. 5 × 45 എന്ന് പറയുന്ന ഒരു ടോട്ടൽ വാല്യൂ ആണ്. ടോട്ടൽ എമൗണ്ട് ആണ്. നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് 5 രൂപയുടെ അല്ല വേണ്ട, കോയിൻസിന്റെ എണ്ണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ കോയിൻസിന്റെ എണ്ണം എത്ര എന്ന് കിട്ടിയിട്ടുണ്ടാവും? 45 എന്ന് കിട്ടിയിട്ടുണ്ടാവും.
അടിപൊളി ചോദ്യമല്ലേ? നല്ല ചോദ്യമല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം. ലോസ് ഓഫ് എക്സ്പൊണൻസ്, കൃത്യങ്ക നിയമങ്ങൾ. ഇതേ ചോദ്യം തന്നെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. സെയിം ചോദ്യം അല്ലേ? 3ന്റെ സ്ക്വയർ 3⁴, 3⁵5 ഇതിന് തുല്യം എന്താണ് എന്നാണ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. a⁻m അല്ലേ? a⁻m ഇൻറ്റു a⁻n ഈക്വൽ ടു a⁻m ഇൻറ്റു n എന്നാണോ പഠിച്ചിരിക്കുന്നത്? അല്ല, m+n എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതായത് ഗുണിച്ചെഴുതുക എന്ന് വെച്ചാൽ പവേഴ്സ് തമ്മിൽ കൂട്ടുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3⁻2 ഇൻറ്റു 3⁻−4 ഇൻറ്റു 3⁻5ന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ 3 അതുപോലെ എഴുതിക്കോ. പവേഴ്സ് നോക്കുമ്പോൾ 2 -4 5 ഇങ്ങനെയല്ലേ? ഓക്കെ, നമുക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ 3⁻2 ഈ 2ഉം 5ഉം കൂടെ എത്ര ആയിട്ടുണ്ട്? 7. 7ൽ നിന്ന് 4 കുറച്ചാൽ എത്ര ആയിട്ടുണ്ട്? 3. കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 3⁻3 എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. കൃത്യങ്ക നിയമങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. വേറെ ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും 3 ആയതുകൊണ്ട് അത് അതുപോലെ എഴുതി. ഇവിടെ വന്നിരിക്കുന്ന 2ഉം ഈ 5ഉം കൂടെ കൂട്ടി എത്രയായി? 7. 7ൽ നിന്ന് 4 കുറച്ചു. ഇപ്പൊ എത്ര കിട്ടി? 3. ശരിയല്ലേ? ഇപ്പൊ 3⁻3 എന്ന് തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ ഓപ്ഷനകത്ത് 27 എന്ന് തന്നാലും ഒരു പ്രശ്നമില്ല, എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളുടെ ഒരു നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പരീക്ഷ എഴുതിയവർക്കല്ലാതെ വ്യക്തമാണ്. അപ്പൊ എഴുതാത്തവർ നോക്കിക്കോ. ഇനി നമുക്ക് അടുത്ത പരീക്ഷകളൊക്കെ വരുമ്പോൾ വലിയ വലിയ പരീക്ഷ എന്നുള്ളതിലുപരി അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് അത്രയും വലിയ നിലവാരമൊന്നും കൽപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കാര്യമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഓരോ ക്ലാസ്സിലും ഈ ചോദ്യങ്ങൾ എവിടെ വന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. ക്ലാസ്സുകൾ കൃത്യമായി കണ്ടുപോകുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല അല്ലേ? കൃത്യമായി ക്ലാസ് ഫോളോ ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും ചെയ്താൽ മിക്കവാറും എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ 14 കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലർക്ക് ആ ഓഡ് വണ്ണിന്റെ കൺഫ്യൂഷൻ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരെണ്ണം പോയിട്ടുണ്ട്. ബാക്കി ഒരു ചോദ്യവും തന്നെ ആരും തെറ്റിക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയും ഉണ്ടെങ്കിൽ ധൈര്യമായി ചോദിക്കുക. എത്ര തവണ വേണമെങ്കിലും പറഞ്ഞുതരാൻ ഞങ്ങൾ വില്ലിങ്ങാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.